ഹായ്. സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് രേണുസുധിയുടെയും കിച്ചുവിൻ്റെയും ബിഷപ്പിൻ്റെയൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ചിട്ട് ഒരുപാട് വീഡിയോസും അതിനെ എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നവരും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നവരും അല്ലെങ്കിൽ കമൻ്റ് എടുത്ത് നോക്കിയാലും അവരവരുടേതായിട്ടുള്ള എന്താണ് അവർക്ക് തോന്നുന്നത് അതൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് വിടാറുണ്ട്. അപ്പോൾ ആ ഒരു വിഷയം തന്നെയാണ് ഇന്ന് സംസാരിക്കുന്നത്, അവരുമായി ബന്ധപ്പെട്ടുള്ളത്. റൂഹി ജാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഷപ്പിനെയും രേണുവിനെയൊക്കെയും കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഷെഫീന ബീവിയോടും പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രേണുവിനോട് റൂഹി ജാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രേണു ചെയ്തു പോയിട്ടുള്ള അല്ലെങ്കിൽ രേണു ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് രേണു ഇപ്പോൾ അനുഭവിക്കുന്നത്. കിച്ചുവിൻ്റെ ശരീരത്തിൽ കൊല്ലം സുധിയുടെ ആത്മാവുണ്ട്. അപ്പോൾ കിച്ചുവിനെതിരായിട്ട് എന്നാണോ രേണു സുധി എന്ന് പറയുന്നൊരു വ്യക്തി തിരിഞ്ഞത്, അന്ന് മുതലാണ് രേണുവിൻ്റെ കഷ്ടകാലം തുടങ്ങിയതെന്നും അവർ ദുബായിൽ എന്തിനാണ് പോയത്, അതിൻ്റെ കാര്യം എന്തിനാണ് എങ്ങനെയാണ്, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറയണം. മാഫിയ, അവിടുത്തെ സെക്സ് റാക്കറ്റ്, അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെയും നിങ്ങൾ തുറന്നു പറയണം. അതല്ലാതെ നിങ്ങൾക്ക് ഈ രോഗാവസ്ഥയിൽ നിന്നൊരു മുക്തി നേടില്ല, നിങ്ങൾക്ക് ഋതപ്പനുമായിട്ട് നല്ലൊരു ജീവിതം ഉണ്ടാകില്ല. നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ജീവിച്ചാൽ മതിയോ, നിങ്ങൾക്ക് അറിയാവുന്ന സത്യങ്ങൾ തുറന്നു പറയുക. അത് സുധിയുടെ സോള് നിങ്ങളെ വെറുതെ വിടില്ല, അങ്ങനത്തെ രീതിക്കൊക്കെയാണ് രേണു സുധിയെ പറയുന്നത്. അതുപോലെ തന്നെ നേരെ ബിഷപ്പും കിച്ചുവിനെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ബിഷപ്പിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്. ബിഷപ്പ് എങ്ങനെയാണ് ബിഷപ്പായതെന്ന്, അല്ലെങ്കിൽ ബിഷപ്പിന്റെ കാര്യങ്ങളൊക്കെ ഈ സന്ദീപ് എടപ്പാൾ എന്ന് പറയുന്ന ഒരു വ്യക്തി, അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിനു മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സന്ദീപ് എടപ്പാൾ എന്നൊരു വ്യക്തി ഈ ബിഷപ്പിനെ പറ്റി കാര്യങ്ങളൊക്കെയും പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയും ഇനിയും പുറത്തു വരാൻ കാര്യങ്ങളുണ്ട്. ഈ ബിഷപ്പ് എന്ന സ്ഥാനം അത് നിങ്ങൾക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ ഇതൊന്ന് കാണുകയുള്ളൂ എന്നും, നിങ്ങൾ വെറുതെ ഇരുന്ന വ്യക്തിയാണ്, എന്നിട്ട് കിച്ചുവിനെ തോണ്ടിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു അവസ്ഥ ഉണ്ടത്, അതിൻ്റെ പിന്നിലും കൊല്ലം സുധിയുടെ സോളാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും റൂഹി ജാൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങളാണ്. ഇവർക്കൊക്കെയും കിച്ചുവിനെ തൊട്ട് കളിച്ചത് കൊണ്ടാണ്. കിച്ചുവിന് ഒരു പ്രൊട്ടക്റ്റായിട്ട് സുധിയുടെ ആത്മാവുണ്ട്. അപ്പോൾ നിങ്ങളെയൊക്കെയും സുധി നോട്ടമിട്ട് കഴിഞ്ഞു എന്ന തരത്തിലാണ് പറയുന്നത്. പിന്നെ അതിനുശേഷം പറയുന്നത് ഷെഫീന ബീവിയോടാണ്. ബീവി ഈ രേണു സുധിയും മറ്റുള്ളവരൊക്കെ ഈ ദുബായിൽ പോയതും സ്വർണ്ണക്കടത്തും അതിൻ്റെ സെക്സ് റാക്കറ്റും അതിനെ പറ്റിയൊക്കെ അന്വേഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുറേ സംഭവങ്ങൾ കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഒരു കാര്യം ചെയ്യാത്ത, വേറെ വിഷയങ്ങൾ ചെയ്തു പോകുന്നു? നിങ്ങൾ ഒരു സോളിനോട് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നിറവേറ്റാനാണ് ശ്രമിക്കുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്കത് വലിയ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നു തോന്നുന്നുണ്ടോ, നിങ്ങൾക്ക് മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നു തോന്നുന്നുണ്ടോ, പേടിയുണ്ടോ, അങ്ങനെ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇവർ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്ന് തുടങ്ങി എന്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നതെന്ന് ഒരു ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. രേണു സുധി എന്ന് പറയുന്നൊരു വ്യക്തി സുധി മരിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആവാൻ തുടങ്ങിയതാണ്. ആദ്യമൊക്കെ സെൻറ്റിമെൻസിലൂടെ എല്ലാവരുടെയും എന്ന് വെച്ചാൽ ഒന്നടങ്കം ആൾക്കാർ സെൻറ്റിമെൻസിലൂടെ എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി. പെട്ടെന്ന് തന്നെ അത് നേരെ നെഗറ്റീവായിട്ടും, പിന്നെ നെഗറ്റീവിൽ നിന്നാണ് അവരൊരു വളർച്ച, അങ്ങനെ തന്നെയായിരുന്നു. നെഗറ്റീവിൽ നിന്ന് എങ്ങനെ അവർക്ക് വളർച്ച ഉണ്ടാക്കുക, ആ ഒരു രീതി തന്നെയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ അവർക്ക് ഒരു രോഗാവസ്ഥ എത്തി നിൽക്കുന്നു. അപ്പോൾ ഇവര് പിന്നിട്ട വഴികൾ എന്താണെന്നും, അല്ലെങ്കിൽ ഇവര് ചെയ്ത വെച്ച കാര്യങ്ങൾ എന്താണെന്നും ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഈ റൂഹി ജാൻ എന്നൊരു പറയുന്നൊരു വ്യക്തി പറയുമ്പോൾ, ഞാൻ അവരുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാനും അമ്മയും കൂടെയാണ് ഇവരുടെ വീഡിയോസ് കണ്ടത് കേട്ടോ. ആ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഉള്ളിലൊരു ഭയം വരും. അവർ പറയുന്ന ശൈലിയും അവർ പറയുന്ന ഒരു അത് കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നും. എൻ്റെ അമ്മ പറഞ്ഞു, എടി ഇത് മാറ്റി എനിക്കിത് കണ്ടോണ്ടിരിക്കാൻ വയ്യ, എനിക്ക് നെഞ്ചൊക്കെ ഭയങ്കരമായിട്ട് വന്നിടിക്കുന്നു എന്ന്. ശരിയാണ്, അവർ പറയുന്നൊരു വീഡിയോ കാണുമ്പോൾ അവരിങ്ങനെ ഭയങ്കര അതൊരു ഒരു നെഗറ്റീവ് എനർജി പോലെ, അങ്ങനത്തെ ഒരു സംഭവമാണ്.
എനിക്കത് കൂടുതൽ നേരം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ആ ഒരു ഫീൽ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഞാനൊന്നും അമ്മയോട് ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ അമ്മ പറഞ്ഞു എനിക്കിത് കാണാൻ വയ്യ, എനിക്ക് വല്ലാതെ വരുന്നു, നീ അത് മാറ്റെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് മാറ്റിയാണ് പിന്നെ വീഡിയോസൊക്കെ കണ്ടത്. അപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ ആത്മാക്കൾ ഇങ്ങനെ മറ്റുള്ളവരെ അല്ലെങ്കിൽ ദ്രോഹിക്കാനായിട്ട് വരുമോ, അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. പക്ഷെ കിച്ചുവിൻ്റെ കൂടെ സുധിയുടെ ആത്മാവുണ്ടെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം. അവർ എന്നാൽ ഭാര്യയ്ക്കെതിരെയും അല്ലെങ്കിൽ അച്ഛനെതിരെയൊക്കെ നിൽക്കാൻ വേണ്ടി സോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ, അതിലൊന്നും എനിക്ക് വിശ്വാസമായിട്ട് തോന്നുന്നില്ല. ഇതൊക്കെ പറയുന്നത് എന്താണ്, ഇതൊക്കെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കില്ലാത്തവർക്ക് വേണ്ട. എന്നാലും ഇതൊക്കെ വന്ന് പറയുമ്പോൾ എന്താണ് ഇതിലൊക്കെ സംഭവിക്കുന്നതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. സുധി കിച്ചുവിനെ മാത്രം പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം അതെല്ലാം സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ആ ഒരു തരത്തിലാണ് പോകുന്നത്. അല്ലെങ്കിൽ റൂഹിജാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അവരും വന്ന് പറയാമായിരുന്നു. ഇത് തെളിവുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും, ഇപ്പോൾ ഞാൻ പറയട്ടെ, രേണുസുധി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും നല്ലവളാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിച്ചവരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങൾ കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരിക തന്നെ വേണം. കാരണം അതൊരു കുറ്റകൃത്യമാണ്. അത് ഏത് രീതിയിൽ കൂടെ നോക്കിയാലും അതെങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരിക, അത് അന്വേഷിക്കുക, നിയമപരമായി നേരിടുക. അപ്പോൾ ഇതല്ലാതെ സോഷ്യൽ മീഡിയയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ നിങ്ങളത് ചർച്ച ചെയ്തൊന്നും കിട്ടാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുകളോ എവിഡൻസോ ഉണ്ടെങ്കിൽ അതെന്തായാലും നിയമപരമായി നേരിടണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ സോളുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ട്, അതാണ് ഇതാണ് എന്നൊന്നും വന്ന് പറയാതെ ഈ ഒരു കാര്യത്തിന് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അവര് രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതിന് മുൻപും പറയുന്ന കേട്ടു, ഇത് ഷെബിന ബി പറയുന്നത് കേട്ടാണ് കേട്ടോ. എന്താ സജിന, മറ്റേ ഫിറോസ് സജിന റസൂൽ പുകുറ്റി, അതിൽ സജിന പറയുന്നുണ്ട് അവർ ട്രാപ്പിലായതാണ് എന്ന രീതിക്ക് അവർ പറയുന്നുണ്ട്. ആ ട്രാപ്പിലായത് എന്നൊരു വേർഡ് അത് ആരും എടുത്ത് ചെയ്യുന്നില്ല, കാരണം അതാരും ഗൗനിക്കുന്നില്ല. പക്ഷേ ഈ ട്രാപ്പിലായത് വിട്ടിട്ട് റസൂൽ പുകുറ്റി സജിന ബന്ധം മാത്രമാണ് എടുത്ത് ചെയ്തതെന്ന്. അപ്പോൾ ഇത് കൃത്യമായി അറിയാവുന്നവർ തുറന്ന് എത്രയും പെട്ടെന്ന് അന്വേഷണവും കാര്യങ്ങളായിട്ട് മുന്നോട്ടൊക്കെ പോയി നിങ്ങൾ സമർപ്പിക്കേണ്ടിടത്തൊക്കെ സമർപ്പിക്കുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും ചെയ്യുക. കാരണം ഒരു രാജ്യദ്രോഹ കുറ്റം ചെയ്യാനായിട്ട് ആരെയും അനുവദിക്കാൻ പാടില്ല, അതിനി ആര് തന്നെ ആയാലും. അപ്പോൾ ഇത് രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ കിട്ടുകയോ അല്ലെങ്കിൽ അത് ചിലപ്പോൾ അവർക്ക് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനായിട്ടുള്ളൊരു വിട്ടുവീഴ്ചയൊക്കെ കിട്ടുമായിരിക്കാം. അപ്പോൾ എന്താന്ന് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഈ വന്നിരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സത്യമായിട്ട് അവരുടെ വീഡിയോ കാണുമ്പോഴത്തേനും ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അവർ പറയുന്നത് ഏറെക്കുറെ സത്യമായിരിക്കാം, ചിലപ്പോൾ കള്ളായിരിക്കാം. അതൊക്കെ അവരുടെ മനസ്സിനും യുക്തിക്കും തോന്നുന്നതിനനുസരിച്ച് അവരുടെ ഫീലിങ്സ് വന്നിരുന്ന് പറയുന്നതാണ്. അല്ലാതെ ഈ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തിയും നല്ലവരാണെന്ന് പറയാൻ പറ്റില്ല, രേണുസുധി എന്ന് പറയുന്ന വ്യക്തിയും നല്ലവരാണെന്ന് പറയാൻ പറ്റില്ല. ഒരു രോഗാവസ്ഥ വന്നെന്ന് കരുതി പണ്ട് ചെയ്തത് എല്ലാം ഇത് നല്ലതാണെന്ന് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. തെറ്റ് അവരുടെ ഭാഗത്ത് ഒന്നും നല്ലതെന്ന് പറയാനായിട്ടില്ല. അപ്പോൾ അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് വരട്ടെ, തെളിഞ്ഞു വരട്ടെ. അപ്പോൾ ഈ റൂഹിജാൻ പറയുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ.